لو أنهم آمنوا واتقوا لمثوبة من عند الله خير لو كانوا يعلمون. സത്യവിശ്വാസവും സൂക്ഷ്മതയും കൈക്കൊണ്ടിരുന്നുവെങ്കിൽ അല്ലാഹുവിങ്കൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഏറ്റവും ഉത്തമമാകുമായിരുന്നു, അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇസ്ലാമിനും ഇസ്ലാമിക സംഘടനയ്ക്കുമെതിരിൽ യഹൂദന്മാർ നടത്തിക്കൊണ്ടിരുന്ന കുപ്രചരണങ്ങളെയും അവർ പടച്ചുവിട്ടുകൊണ്ടിരുന്ന തെറ്റിദ്ധാരണകളെയും കുറിച്ച് നബി തിരുമേനിയുടെ അനുയായികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണിവിടെ. മുസ്ലിങ്ങളുടെ ഹൃദയങ്ങളിൽ യഹൂദർ സൃഷ്ടിച്ചുവിടാൻ ശ്രമിച്ചിരുന്ന സംശയങ്ങൾക്ക് മറുപടി നൽകുകയാണിവിടെ. അതോടൊപ്പം അവർ ചർച്ച ചെയ്യാറുണ്ടായിരുന്ന പ്രത്യേക പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നു. ഒരു സംഗതി ഇവിടെ പ്രത്യേകം ശ്രദ്ധയിൽ വെക്കേണ്ടതുണ്ട്. നബി തിരുമേനി മദീനയിലെത്തുകയും ചുറ്റുപാടിൽ ഇസ്ലാമിക സന്ദേശം പ്രചരിച്ചു തുടങ്ങുകയും ചെയ്തതോടെ മുസ്ലിങ്ങളെ മതപരമായ തർക്കങ്ങളിൽ കെട്ടിപ്പിണയ്ക്കാൻ യഹൂദർ അടിക്കടി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. തലനാരിഴക്കീറുന്ന തർക്കങ്ങൾ നടത്തുക, കേവലം സാങ്കല്പികങ്ങളായ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വാദകോലാഹലങ്ങളിൽ സമയം കളയുക, സാധാരണക്കാരിൽ സംശയാശങ്കകൾ സൃഷ്ടിക്കുക തുടങ്ങിയ അവരുടെ രോഗങ്ങൾ നിഷ്കളങ്കരായ മുസ്ലിങ്ങളിലേക്ക് പകർത്താൻ അവർ ആഗ്രഹിച്ചു. മാത്രമല്ല, തിരുമേനിയുടെ സദസ്സിൽ വന്ന് സംസാരിച്ച് തങ്ങളുടെ ഹീന മനസ്ഥിതി പ്രകടിപ്പിക്കുകയും പതിവായിരുന്നു. നബി തിരുമേനിയുടെ സദസ്സിൽ വന്ന് സലാം ചൊല്ലുമ്പോഴും സംസാരിക്കുമ്പോഴുമെല്ലാം തിരുമേനിയുടെ നേരെ അവരുടെ ഹൃദയങ്ങളിൽ എരിയുന്ന അസൂയയും അമർഷവുമാകുന്ന അഗ്നി പല രീതിയിൽ ആളിക്കത്തുമായിരുന്നു. ദ്വയാർത്ഥ പദങ്ങൾ ഉപയോഗിച്ച് ഉറക്കെ ഒന്ന് കേൾപ്പിക്കുകയും പതുക്കെ മറ്റൊന്ന് പറയുകയും ചെയ്യുക അവരുടെ പതിവായിരുന്നു. പ്രത്യക്ഷത്തിൽ മര്യാദയും ബഹുമാനവും പ്രകടിപ്പിച്ചുകൊണ്ട് പരോക്ഷമായി തിരുമേനിയെ അപമാനിക്കാൻ ഉതകുന്ന സകല അടവുകളും അവർ പ്രയോഗിച്ചിരുന്നു. അതിന്റെ വിവിധ ഉദാഹരണങ്ങൾ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി വിവരിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിങ്ങൾ ഉപയോഗിക്കരുതെന്ന് ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ള റാഇന എന്ന വാക്ക് നാനാർത്ഥ സൂചകമാണ്. നബി തിരുമേനി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അല്പമൊന്ന് നിർത്തണം, ഞങ്ങൾ അതൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറയേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ യഹൂദർ റാഇന എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. അതിന്റെ ബാഹ്യാർത്ഥം ഞങ്ങളെയും അല്പം പരിഗണിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണം എന്നൊക്കെയാണ്. എന്നാൽ മറ്റു പല ദുരർത്ഥങ്ങൾക്കും അതിൽ പഴുതുണ്ട്. ഉദാഹരണമായി, ഹിബ്രു ഭാഷയിൽ ഇതിനോട് സാമ്യമുള്ള ഒരു പദത്തിന്റെ അർത്ഥം കേൾക്ക്, നീ ബധിരനാവട്ടെ എന്നാണ്. അറബി ഭാഷയിൽ തന്നെ ആ പദത്തിന്റെ മറ്റൊരർത്ഥം പ്രാകൃതൻ, മൂഢൻ എന്നും മറ്റുമാണ്. ഞങ്ങൾ പറയുന്നത് നീ കേട്ടാൽ നീ പറയുന്നത് ഞങ്ങളും കേൾക്കാം എന്നു പറയേണ്ട സന്ദർഭത്തിലും പ്രസ്തുത വാക്കുപയോഗിക്കാറുണ്ടായിരുന്നു. ഇകാരത്തെ അല്പമൊന്ന് നീട്ടി റായീന എന്നാക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഞങ്ങളുടെ ഇടയൻ എന്നാകുന്നു. ഇത്തരം കാരണങ്ങളാൽ റായിന എന്ന വാക്ക് വർജിക്കണമെന്നും പകരം ഞങ്ങളെ ശ്രദ്ധിച്ചാലും ഞങ്ങളതൊന്ന് ഗ്രഹിക്കട്ടെ എന്നിങ്ങനെ അർത്ഥം വരുന്ന ഉൻലുർന എന്ന വാക്കുപയോഗിക്കണമെന്നും അള്ളാഹു മുസ്ലിങ്ങളോട് ആജ്ഞാപിക്കുന്നു. തുടർന്ന് പറയുന്ന സംഗതികൾ ശ്രദ്ധിച്ചു കേൾക്കണമെന്നും നിർദ്ദേശിക്കുന്നു. അതായത്, യഹൂദന്മാർക്ക് ഇടയ്ക്കിടെ പ്രസ്തുത വാക്കുപയോഗിക്കേണ്ടി വരുന്നത് നബിയുടെ സംസാരത്തിൽ അശ്രദ്ധരാകുന്നതുകൊണ്ടും തിരുമേനി സംസാരിക്കുമ്പോൾ അവർ സ്വന്തം ആശയങ്ങളിൽ കെട്ടിപ്പിണയുന്നതുകൊണ്ടുമാണ്. അതിനാൽ നിങ്ങൾ നബിയുടെ സംഭാഷണം സശ്രദ്ധം ശ്രവിച്ചുകൊള്ളുക. എങ്കിൽ റായിന എന്നോ ഉൻലുർന എന്നോ പറയേണ്ട ആവശ്യം തന്നെ നേരിടുകയില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ വഖൂലൂ ഉൻദുർനാ വസ്മഊ വലിൽകാഫിരീന അദാബുൻ അലീം. വിശ്വാസികളെ, നിങ്ങൾ റായിന എന്ന് പറയാതിരിക്കുക, ഉൻലുർന എന്ന് പറയുക. വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക. ഈ നിഷേധികൾ നോവുന്ന ശിക്ഷയർഹിക്കുന്നവരാകുന്നു. ما يود الذين كفروا من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم والله يختص برحمته من يشاء
والله ذو الفضل العظيم. സത്യപ്രബോധനം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന വേദക്കാരാവട്ടെ ബഹുദൈവവാദികളാവട്ടെ, നിങ്ങളുടെ നാഥങ്കൽ നിന്ന് നിങ്ങൾക്ക് വല്ല നന്മയും ലഭിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അല്ലാഹു അവനിച്ഛിക്കുന്നവരെ തന്റെ കാരുണ്യമേകാൻ തെരഞ്ഞെടുക്കുന്നു. മഹത്തായ ഔദാര്യമുടയവനത്രേ അല്ലാഹു. ما ننسخ من آية أو ننسها نأت بخير منها أو مثلها ألم تعلم أن الله على كل شيء قدير. നാം ഒരു സൂക്തം മായ്ച്ചു കളയുന്നുവെങ്കിൽ അഥവാ മറപ്പിക്കുന്നുവെങ്കിൽ അതിലും മികച്ചതോ ചുരുങ്ങിയത് തത്തുല്യമായതോ തൽസ്ഥാനത്ത് അവതരിപ്പിക്കുന്നതാകുന്നു. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ? യഹൂദർ മുസ്ലിങ്ങളുടെ ഹൃദയങ്ങളിൽ വളർത്തിവിടാൻ ശ്രമിച്ചിരുന്ന ഒരു സംശയത്തിനുള്ള മറുപടിയാണിത്. മുൻ വേദങ്ങൾ എന്ന പോലെ ഈ ഖുർആനും അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണെങ്കിൽ മുൻ ഗ്രന്ഥങ്ങളിലെ ചില നിയമങ്ങളുടെ സ്ഥാനത്ത് ഇതിൽ വേറെ നിയമങ്ങൾ നൽകപ്പെടാൻ കാരണമെന്ത്? ഒരേ അല്ലാഹുവിങ്കൽ നിന്ന് വിവിധ സമയങ്ങളിൽ വ്യത്യസ്ത വിധികൾ എങ്ങനെയാണ് ഉണ്ടാവുക? മാത്രമല്ല, യഹൂദരും ക്രിസ്ത്യാനികളും അവർക്ക് നൽകപ്പെട്ട ദൈവിക ശിക്ഷണങ്ങളുടെ വലിയൊരു ഭാഗം മറന്നുകളഞ്ഞുവെന്ന് ഈ ഖുർആൻ വാദിക്കുന്നു. എന്നാൽ ദൈവം നൽകിയ ശിക്ഷണങ്ങൾ മനുഷ്യ മനസ്സുകളിൽ നിന്ന് മാഞ്ഞുപോകുന്നതെങ്ങനെ? ഇതായിരുന്നു അവർ മുസ്ലിങ്ങളിൽ കുത്തിവെച്ചിരുന്ന സംശയങ്ങൾ. ഇതവരുന്നയിച്ചിരുന്നത് വിഷയത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നില്ല. ഖുർആൻ അല്ലാഹുവിങ്കൽ നിന്ന് അവതരിച്ചതാണെന്നതിൽ മുസ്ലിങ്ങൾക്ക് സംശയാശങ്കകളും ആശയക്കുഴപ്പങ്ങളും ഉളവാക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അതിനുത്തരമായി അല്ലാഹു അരുൾ ചെയ്യുന്നു, ഞാൻ സർവാധിപതിയാണ്, എന്റെ അധികാരങ്ങൾ അതിരറ്റതാണ്. എന്റെ വിധികളിൽ ഞാൻ ഉദ്ദേശിക്കുന്നതിനെ ദുർബലപ്പെടുത്താനും വിസ്മൃതമാക്കാനും എനിക്ക് പൂർണ്ണാധികാരമുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒന്ന് ഞാൻ ദുർബലപ്പെടുത്തുകയോ വിസ്മൃതമാക്കുകയോ ചെയ്യുന്ന പക്ഷം അതിലും നല്ല വേറെ ഒന്ന് കൊണ്ടുവരുന്നതാണ്. അഥവാ പൂർവവിധി അതിന്റെ സന്ദർഭത്തിൽ ഫലപ്രദവും അനുയോജ്യവുമായിരുന്നു, അതുപോലെ പുതിയ സന്ദർഭത്തിൽ ഫലപ്രദവും അനുയോജ്യവുമായത് നടപ്പിൽ വരുത്തുകയാണ് ഞാൻ. ألم تعلم أن الله له ملك السماوات والأرض وما لكم من دون الله من ولي ولا نصير. ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിന് മാത്രമുള്ളതാണെന്നും അവനല്ലാതെ നിങ്ങൾക്ക് രക്ഷകനോ തുണയോ ഇല്ലെന്നും അറിഞ്ഞിട്ടില്ലയോ? أم تريدون أن تسألوا رسولكم كما سئل موسى من قبل ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. അതല്ല, മുമ്പ് മൂസ ചോദിക്കപ്പെട്ടതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ദൈവദൂതനോട് നിങ്ങളും ചോദിക്കാൻ തുടങ്ങുകയാണോ? സത്യവിശ്വാസത്തിന് പകരം സത്യനിഷേധം സ്വീകരിക്കുന്നവൻ നേർമാർഗത്തിൽ നിന്ന് പിഴച്ചുപോയത് തന്നെ. അപ്രധാനങ്ങളും നിരർത്ഥങ്ങളുമായ നിരവധി ചോദ്യങ്ങൾ യഹൂദന്മാർ മുസ്ലിങ്ങളിൽ പ്രചരിപ്പിച്ചു. അവയെക്കുറിച്ചെല്ലാം ചോദിച്ചു നോക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. യഹൂദന്മാരുടെ കുടിലതന്ത്രങ്ങളിൽ വീണുപോകുന്നത് സൂക്ഷിക്കണമെന്ന് അല്ലാഹു മുസ്ലിങ്ങളെ താക്കീത് ചെയ്യുകയാണ്. ഇത്തരം അർത്ഥശൂന്യങ്ങളായ ചോദ്യങ്ങൾ കാരണം മുൻകഴിഞ്ഞ സമുദായങ്ങൾ നാശമടഞ്ഞു പോയിട്ടുണ്ടെന്ന് നബി തിരുമേനിയും മുസ്ലിങ്ങളെ അടിക്കടി ഉണർത്തിയിരുന്നു. അനാവശ്യങ്ങളും നിരർത്ഥങ്ങളുമായ ചോദ്യങ്ങൾ വർജിക്കണം. അല്ലാഹുവും റസൂലും വിട്ടുകളഞ്ഞ പ്രശ്നങ്ങളെ ചികഞ്ഞു പരിശോധിച്ച് സമയം പാഴാക്കരുത്. ആജ്ഞാപിക്കപ്പെട്ടത് അനുഷ്ഠിക്കുകയും നിരോധിക്കപ്പെട്ടത് വർജിക്കുകയുമാണ് വേണ്ടത്. നിഷ്പ്രയോജനങ്ങളായ വിഷയങ്ങൾ വിട്ട് പ്രയോജനകരമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും തിരുമേനി ഉപദേശിക്കുകയുണ്ടായി. وَدَّ كَثِيرٌ مِّنْ أَهْلِ الْكِتَابِ لَوْ يَرُدُّونَكُم مِّن بَعْدِ إِيمَانِكُمْ كُفَّارًا حَسَدًا مِّنْ عِندِ أَنفُسِهِم مِّن
بعد ما تبين لهم الحق فاعفوا واصفحوا حتى يأتي الله بأمره إن الله على كل شيء قدير. സത്യസന്ദേശത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞ നിങ്ങളെ എவ்വിധമെങ്കിലും സത്യനിഷേധത്തിലേക്ക് മടക്കണമെന്നല്ലോ വേദക്കാരിൽ അധികപക്ഷവും ആഗ്രഹിക്കുന്നത്. സത്യം തെളിഞ്ഞു കഴിഞ്ഞിട്ടും സ്വന്തം മനസ്സിലെ അസൂയ നിമിത്തം അവർ അങ്ങനെ കൊതിക്കുന്നു. അള്ളാഹു അവന്റേതായ തീരുമാനം നടപ്പാക്കുവോളം നിങ്ങൾ അവരോട് വിട്ടുവീഴ്ചയും സൗമനസ്യവും കാണിക്കുവിൻ. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണെന്ന് സമാശ്വസിക്കുവിൻ. യാഥാർത്ഥ്യം വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും വിദ്വേഷവും അസൂയയും പുലർത്തുന്ന വേദക്കാരുടെ സമീപനത്തിൽ നിങ്ങൾ പ്രകോപിതരാവുകയോ സമചിത്തത നഷ്ടപ്പെടുത്തുകയോ ചെയ്യരുത്. അവരുമായി വാദപ്രതിവാദങ്ങളിലും വഴക്കുകളിലും ഏർപ്പെട്ട് വിലപ്പെട്ട സമയം പാഴാക്കരുത്. നിങ്ങളുടെ അന്തസ്സിനും മാന്യതയ്ക്കും കോട്ടം തട്ടിക്കരുത്. അള്ളാഹു എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് ക്ഷമയോടെ കാത്തിരിക്കുക. കഴിവുകൾ നിരർത്ഥകമായ വിഷയങ്ങളിൽ ദുർവ്യയം ചെയ്യരുത്. പകരം അത് ദൈവസ്മരണയിലും സൽപ്രവൃത്തികളിലും വിനിയോഗിക്കുക. അതുമാത്രമേ അള്ളാഹുവിങ്കൽ നിങ്ങൾക്ക് ഗുണകരമായിരിക്കുകയുള്ളൂ. وَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ وَمَا تُقَدِّمُوا لِأَنفُسِكُم مِّنْ خَيْرٍ تَجِدُوهُ عِندَ اللَّهِ إِنَّ اللَّهَ بِمَا تَعْمَلُونَ بَصِيرٌ. നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും ചെയ്യുവിൻ. സ്വന്തം പരലോക ഗുണത്തിനു വേണ്ടി മുൻകൂട്ടി പ്രവർത്തിച്ചു വെച്ചിട്ടുള്ള നന്മകളെല്ലാം നിങ്ങൾ അള്ളാഹുവിന്റെ സമക്ഷം കണ്ടെത്തുന്നതാകുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കാണുന്നുണ്ട്. لو أنهم آمنوا واتقوا لمثوبة من عند الله خير